പാരീസിൽ ഒളിമ്പിക്സ് ആരംഭിച്ച കാര്യം നമ്മൾ വളരെയധികം സന്തോഷത്തോടെയാണ് കേട്ടത്. അതായത് നീണ്ട വർഷങ്ങൾ അണിയറയിൽ കഠിനാധ്വാനം ചെയ്ത അനേക സ്പോർട്സ് താരങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യാൻ കിട്ടുന്ന ഒരവസരം. ഇതുപോലെ തന്നെയാണ് അണിയറയിൽ രഹസ്യത്തിൽ കാണുന്ന പിതാവിൻ്റെ സന്നിധിയിൽ സമയം ചെലവഴിച്ച് നാളുകൾ ഇരിക്കുന്ന വ്യക്തികൾക്ക് പുറത്തു വരാനൊരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. നേട്ടങ്ങൾ കൊയ്യുന്നൊരു സമയം. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. ഗിലെയാദിലെ തിശ്ബയിൽ നിന്നുള്ള തിശ്ബ്യനായ ഏലിയാവ് എന്നാണ് 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിൽ ഏലിയാവിൻ്റെ ചരിത്രത്തിൽ കാണുന്നത്. അവൻ്റെ അപ്പൻ്റെ പേരോ വീട്ടും പേരോ ഒന്നും പറയാനില്ല. എന്നാൽ അവൻ ആ നാട്ടിൽ, പേരും പെരുമയും ഇല്ലാത്ത നാട്ടിൽ, അവൻ രഹസ്യത്തിൽ കാണുന്ന പിതാവിൻ്റെ സന്നിധിയിൽ ദൈവ സാന്നിധ്യത്തിലിരുന്നു. അതവനെ ഒരു ജയത്തിലേക്ക് വഴി നടത്തി എന്നുള്ളതാണ് ഏലിയാവിൻ്റെ ചരിത്രം. രഹസ്യത്തിലുള്ള പ്രാർത്ഥന പരസ്യത്തിൽ ഉള്ള മാന്യതയായി മാറും. അതായത് നമ്മൾ രഹസ്യത്തിൽ പറയുന്നത് പുരമുകളിൽ ഘോഷിക്കപ്പെടുമെന്ന്. രഹസ്യത്തിൽ പിതാവിനോട് പറയുന്നതെല്ലാം മാന്യതയോടെ എല്ലാവരും കേൾക്കെ ദൈവമായിട്ട് തന്നെ അത് എല്ലാവരെയും അറിയിക്കുന്ന ഒരു മാന്യതയുടെ സീസൺ നമുക്ക് ദൈവം വെച്ചിട്ടുണ്ട്. യോശുവയുടെ ചരിത്രം അങ്ങനെയാണ്. യോശുവ കൂടാരം വിട്ടു പിരിയാതെയിരുന്നു. സംസാരിക്കുന്ന മുഴുവനും ദൈവം മോശയോടാണ്. പർവ്വതത്തിലേക്ക് ദൈവം മോശയെ വിളിച്ചുകൊണ്ട് പോകുമ്പോഴും യോശുവ ദൈവവുമായി അടുത്ത ബന്ധമായിരുന്നു. നാളുകൾ ഒരു റിസൾട്ടും ഇല്ലായിരുന്നു. എന്നാൽ പിന്നീട് നമ്മൾ വായിക്കുന്നു, മോശയുടെ മരണശേഷം ദൈവം യോശുവയോട് ഇടപെടുന്നതും 3-4 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ദൈവം യോശുവയെ എല്ലാവരും കാണുക മഹാനാക്കുന്നതും വലിയവനാക്കുന്നതും ഒക്കെ നമുക്ക് അവിടെ കാണാം. ഒരധ്യായത്തിൽ പറയുന്നു, ഞാൻ നിന്നെ എല്ലാവരും കാണുക വലിയവനാക്കാൻ തുടങ്ങും. അത് ദൈവത്തിൻ്റെ ഹിതമാണ്. ദൈവവുമായി അടുത്ത ബന്ധത്തിലിരിക്കുന്നവനെ ദൈവം വലിയവനാക്കും, ഉയർത്തും, മാനിക്കും. എല്ലാവരും കാണുക ദൈവം മാനിക്കും. അതുകൊണ്ട് ഇങ്ങനെ വായിക്കുന്നു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. അപ്പോൾ ദൈവത്തെ ബഹുമാനിക്കുന്നവരാരും ലജ്ജിച്ചു പോകില്ല. യോബിനെ കുറിച്ച് പറയുന്നത്, എൻ്റെ ദാസനെ പോലെ ദൈവഭക്തനായ, നിഷ്കളങ്കനായ, നേരുള്ളവനായ, ദോഷം വിട്ടകലുന്നവനായ ആരുണ്ട്? യോബിൻ്റെ ഈ ഗുണങ്ങളൊന്നും ലോകം അറിഞ്ഞില്ല, ദൈവം മാത്രമേ അറിഞ്ഞുള്ളൂ. യോബിൻ്റെ അനുഗ്രഹങ്ങളാണ് ലോകം കണ്ടത്. ഈ ഗുണങ്ങളാണ് യോബിനെ ലോകം കണ്ട ഏറ്റവും വലിയ ശ്രേഷ്ഠനാക്കി, മഹാനാക്കി മാറ്റിയത്. രഹസ്യമായി ദൈവവുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുന്ന ആരും ലജ്ജിച്ചു പോകില്ല. രഹസ്യത്തിലുള്ള ബൈബിൾ വായന, രഹസ്യമായിട്ടുള്ള പ്രാർത്ഥന. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ആരെയും കാണിക്കുകയും വേണ്ട, അറിയിക്കുകയും വേണ്ട. ഇതിൻ്റെ റിസൾട്ടുകൾ നിന്നെ മഹാനാക്കും. അതുകൊണ്ട് ആരും അതിനെക്കുറിച്ച് നിരാശപ്പെടണ്ട. എൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്തുകൊണ്ട് മറുപടിയില്ല? ആര് പറഞ്ഞു? പ്രാർത്ഥനയ്ക്കേ മറുപടിയുള്ളൂ. കർത്താവ് അത് ചെയ്യും. വിശ്വസിക്കുക. ഈ നല്ലവനായ യേശുവിനെ ചേർന്ന് പാടി നമുക്ക് ആരാധിക്കാം. നന്ദിയാലെന്നുള്ളം തുള്ളുന്നേ വല്ലഭ നിൻ സ്നേഹമോർക്കുമ്പോൾ. നന്ദിയാലെന്നുള്ളം തുള്ളുന്നേ വല്ലഭ നിൻ സ്നേഹമോർക്കുമ്പോൾ. വർണ്ണിച്ചിട
വൻചേറ്റിൽ നിന്നു കയറ്റി ക്രിസ്തുവാകും പാറമേൽ നിർത്തി പുത്തൻ പാട്ടുമെന്റെ നാവിൽ തന്നതാ ക്രിസ്തുവാകും പാറമേൽ നിർത്തി പുത്തൻ പാട്ടുമെന്റെ നാവിൽ തന്നതാ നന്ദിയാൽ എന്നുള്ളം തുള്ളുന്നേ വല്ലഭാ നിൻ സ്നേഹമോർക്കുമ്പോൾ നന്ദിയാൽ എന്നുള്ളം തുള്ളുന്നേ വല്ലഭാ നിൻ സ്നേഹമോർക്കുമ്പോൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ലതാ എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ലതാ എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ വൻശോധന വേളയിൽ തീച്ചൂളയിൻ നടുവിൽ വൻശോധന വേളയിൽ തീച്ചൂളയിൻ നടുവിൽ മാറാത്തനെന്നു രക്ഷിച്ച മാമകാന്തനെ നിൻ സ്നേഹമോർക്കുമ്പോൾ ചാരത്താണെന്നു രക്ഷിച്ച മാമകാന്തനെ നിൻ സ്നേഹമോർക്കുമ്പോൾ നന്ദിയാൽ എന്നുള്ളം തുള്ളുന്നേ വല്ലഭാ നിൻ സ്നേഹമോർക്കുമ്പോൾ നന്ദിയാൽ എന്നുള്ളം തുള്ളുന്നേ വല്ലഭാ നിൻ സ്നേഹമോർക്കുമ്പോൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ലതാ എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ലതാ എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. ജൂലൈ മാസത്തിലെ ഒടുവിലത്തെ ആ ദിവസങ്ങളിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇന്ന് തിങ്കളാഴ്ച. ഇനി 2 ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മൾ ഓഗസ്റ്റ് മാസം എന്ന 8ാം മാസത്തിലേക്ക് ഈ വർഷം ദൈവം ഒരു അവസരം തന്ന് പ്രവേശിക്കുകയാണ്. നാളെ എന്നുള്ളത് നമുക്കുള്ളതല്ല എങ്കിലും ഇന്ന് നമ്മൾ എന്തു ചെയ്യുന്നുവോ അതാണ് നമ്മുടെ നാളുകളുടെ വിജയം. ഇന്ന് പ്രാർത്ഥിക്കുന്നവനാണോ നാളെ ജയം കാണും. ഇന്ന് കർത്താവിന് വേണ്ടി സമർപ്പിച്ച വ്യക്തിയാണോ നാളെ അതിൻ്റെ റിസൾട്ട് കാണും. ഇന്ന് കണ്ണുനീരോടെ വിതച്ചവൻ നാളെ ആർപ്പോടെ കൊയ്യും. ഈ സത്യം മറക്കരുത്. നീ വിതച്ചിട്ടുണ്ടോ? ഈ ജൂലൈ മാസം നീ എന്തു വിതച്ചു അത് നീ ഓഗസ്റ്റിൽ ആർപ്പോടെ കൊയ്യും, അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ കൊയ്യും. പ്രൈസ് ജനറേഷൻ്റെ ജീസസ് എവരിഡേ എന്ന ഈ മീഡിയ മിനിസ്ട്രിക്ക് വേണ്ടി നിങ്ങൾ എന്തു വിതച്ചു, ഈ മിനിസ്ട്രിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ, അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്കുണ്ടാകും. കാരണം നമ്മൾ ഒരുമിച്ചാണ് ഈ വേല കൊണ്ടുപോകുന്നത്. ഈ മിനിസ്ട്രിക്ക് വേണ്ടി നിങ്ങൾ സാമ്പത്തികമായി വിതച്ചുവോ? നിങ്ങളുടെ നന്മയുടെ ഒരു ഭാഗം ഈ മിനിസ്ട്രിക്ക് വേണ്ടി നിങ്ങൾ അയച്ചിട്ടുണ്ടോ, ചിലവാക്കിയിട്ടുണ്ടോ? ഈ ഭാരിച്ച ചിലവിൽ നിങ്ങളുടെ ഒരു കൈത്താങ്ങൽ വന്നോ? അതിൻ്റെ റിസൾട്ട് നിങ്ങൾ ആർപ്പോടെ കൊയ്യും. കാരണം ഈ ചെലവുകളെല്ലാം സുവിശേഷം എല്ലായിടത്തും എത്തുവാനും
എല്ലായിടത്തും എല്ലാവരും വിടുതൽ പ്രാപിക്കാനും യേശുവിനെ ഉയർത്തുന്നതുമാണ്. ഓരോ പ്രഭാതത്തിൽ യേശുവിനെ അറിഞ്ഞുകൊണ്ട് ആരംഭിക്കുക എന്നുള്ളത് എത്ര നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ വിതച്ചത് അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ കൊയ്യുക തന്നെ ചെയ്യും. ഇന്നലകളിൽ നിങ്ങൾ വിതച്ചതാണ് ഇന്ന് നിങ്ങൾ കൊയ്യുന്നത്. ഇന്നലകളിൽ ഞങ്ങൾ വിതച്ചത് ഇന്ന് ഞങ്ങൾ കൊയ്യുന്നു. ഇന്ന് ഞങ്ങൾ വിതയ്ക്കുകയാണ്, നാളെ ഞങ്ങൾ കൊയ്യും. ഈ മിനിസ്ട്രിയിലൂടെ ആയിരങ്ങൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ അതിൻ്റെ നന്മകൾ ഞങ്ങൾക്കും ഞങ്ങളുടെ കൂട്ട് സഹകാരികളായ നിങ്ങൾക്കുമുണ്ട്. ഒരുമിച്ച് ദൈവരാജ്യം പണിയാം. ഇന്ന് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ധ്യാനിക്കാൻ പോകുന്നത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 39-ാം വാക്യം. അവൻ എനിക്ക് തന്നതിലൊന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്, അവൻ എനിക്ക് തന്നതിലൊന്നും നഷ്ടമാകാതെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കണം. എന്താണ്? എൻ്റെ പിതാവ് എനിക്ക് തന്നത് വസ്തുവല്ല, വീടല്ല, TV അല്ല, ഫ്രിഡ്ജല്ല, കാറല്ല, ലോറിയുമല്ല. ഉയർത്തെഴുന്നേൽക്കുന്ന ഒന്നാണ് എൻ്റെ പിതാവ് എനിക്ക് തന്നത്. അതിൻ്റെ അർത്ഥം നിലനിൽക്കുന്ന ഏറ്റവും വിലയേറിയത്, ഭൂലോകത്തേക്കാൾ വിലയേറിയ ആത്മാവ്. യേശുവിന് പിതാവ് കൊടുത്തത് ആത്മാക്കളെയാണ്. ഈ ദിവസങ്ങളിൽ ദൈവം വിലയേറിയതായി കാണുന്ന, യേശു കർത്താവ് വിലയേറിയതായി കാണുന്നതിനെ നാമും ഒന്ന് വിലയേറിയതായി കണ്ടിരുന്നെങ്കിൽ, ക്ഷണികമായി ലോകത്തിലെ താൽക്കാലികമായ ചില കാര്യങ്ങളെ നാം ഫോക്കസ് ചെയ്താൽ അത് നമ്മുടേതായി മാറും. ഇന്ന് ഭൂമിയിൽ ഒത്തിരി സമ്പന്നരുണ്ട്, മഹാന്മാരായ മനുഷ്യരുണ്ട്. എന്നാൽ ഇവരൊന്നും ദൈവരാജ്യത്തിൽ ഇതുവരെ കയറിയിട്ടില്ല എന്നുള്ള സത്യം നിങ്ങൾ അറിയണം. അതായത് ഒരു മനുഷ്യൻ അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന ആധാരമായിരിക്കുന്നത്. അതുകൊണ്ടാണ് സമ്പന്നനായ ഒരു മനുഷ്യൻ, അവൻ്റെ വസ്തു നന്നായി വിളഞ്ഞു. നന്നായി വിളയാൻ കാരണം ദൈവമാണ് നന്നായി വിളയിച്ചത്. അവൻ ആ വസ്തുവിൽ ഉണ്ടായിരുന്ന സമ്പത്ത് മുഴുവനും സ്വരൂപിച്ച് കളപ്പുര പൊളിച്ച് പണിത് വീണ്ടും അവൻ്റെ ആസ്തി വലുതാക്കിയിട്ട് തന്നോട് തന്നെ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. തന്നോട് തന്നെ. ഒരു ദേവദാസൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇവൻ ഭയങ്കര പിച്ചയാണ്, തന്നോട് തന്നെ. ഇവൻ കല്യാണം പോലും കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചാൽ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണ്ടേ? അതുകൊണ്ട് ഇവൻ കല്യാണം പോലും കഴിക്കാതെ തന്നോട് തന്നെ പറയണം. ആരുമില്ല, ഒറ്റയ്ക്ക് വലിയൊരു കളപ്പുര അത് പൊളിച്ച് പണിത് അതിനകത്ത് തേങ്ങ, മാങ്ങ, ചക്ക, തേൻവരിക്ക ചക്ക എല്ലാം കൂടി, ഫ്രിഡ്ജ് നിറച്ച് മീനും എന്നു വേണ്ട ചോക്ലേറ്റും എല്ലാം തന്നോട് തന്നെ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. തന്നോട് തന്നെ, ആർക്കും ഒന്നും കൊടുക്കില്ല, എല്ലാം ഒറ്റയ്ക്ക്. ഈ ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടാക്കിയാലും ആ വ്യക്തിയോട് കർത്താവ് പറഞ്ഞ, മൂടാ, ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ഞാൻ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കിയത് ആർക്കാവും? ഏറ്റവും വിലയേറിയത് നമ്മുടെ പ്രാണൻ, നമ്മുടെ ആത്മാവാണ്. നമ്മൾ ഓരോ ദിവസവും ജീവനോട് ഇരിക്കുന്നത് കർത്താവ് നമുക്ക് ആയുസ് നിലനിർത്തിയത് കൊണ്ടാണ്. ആയുസ് നിലനിർത്താൻ പറ്റിയ ആരോഗ്യമോ സുരക്ഷിതത്വമോ എല്ലാ കാര്യങ്ങളും കർത്താവ് നമുക്ക് തരികയാണ്. കർത്താവിൻ്റെ സുരക്ഷയിൽ നിന്ന് നമ്മൾ പുറത്തു വന്നാൽ ഉടനെ നമ്മൾ തീർന്നു പോകും. കർത്താവിൻ്റെ സുരക്ഷാ വലയത്തിലാണ്. പിശാച് അലറുന്ന സിംഹം പോലെ നടക്കുകയാണ്, ആരെ വിഴുങ്ങണമെന്ന് നോക്കി. നമുക്ക് ചുറ്റും ദൂതന്മാരുടെ കാവൽ, യേശു നമ്മോട് കൂടെയുണ്ട്, പിതാവ് നമ്മിൽ വസിക്കുന്നു, പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു. ഈ കാരണത്താലാണ് നമ്മൾ ജീവനോടെ ഇരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിനോട്. അപ്പോൾ ലോകത്തിലുള്ളവരിയ്ക്കുന്നു, അവരെയും ലോകസ്ഥാപനത്തിന് മുന്നമേ പലരെയും കർത്താവ് കണ്ടതാണ്. അവർ നിത്യജീവനായി നിയമിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് പല അപകടത്തിൽ പെട്ടിട്ട് അവർ തീരാത്തത്.
ഈ സത്യം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള പ്രിയപ്പെട്ടവരോട് പറയണം. നിങ്ങൾ മരിക്കാത്തതും ജീവിച്ചിരിക്കുന്നതും ദൈവം നിങ്ങളെ ലോകസ്ഥാപനത്തിന് മുന്നമേ അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പേ കണ്ടതാണ്. ഇത് നാം അവരോട് ഈ സത്യം പറയണം. നാം ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു അത്ഭുതമാണ്. എത്രയോ അപകടങ്ങൾ കഴിഞ്ഞല്ലേ കർത്താവ് നമ്മളെ കാത്തു. നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ കാരണം അതിൻ്റെ പുറകിലെല്ലാം യേശുവിൻ്റെ കരമാണ്, പരിശുദ്ധാത്മാവ്. ദൈവം നമുക്ക് ആയുസ് തന്നു, ആരോഗ്യം തന്നു, ആത്മാക്കളെ നേടാൻ. യേശു പറയാണ്, അവൻ എനിക്ക് തന്നതിലൊന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണമെന്നാകുന്നു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. എല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കണം. പിതാവ് ആകർഷിച്ച് യേശുവിൻ്റെ അടുക്കൽ വന്ന എല്ലാവരും, ഒരാൾ പോലും നശിച്ചു പോകാതെ എല്ലാവരെയും ഒടുക്കത്തെ നാളിൽ കാഹളം ധ്വനിപ്പിക്കുമ്പോൾ ഉയർത്തെഴുന്നേൽപ്പിക്കണം. ഇത് യേശുവിൻ്റെ പ്രോഗ്രാമിലുള്ളതാണ്, പിതാവിൻ്റെ ഇഷ്ടമാണ്. അതായത് വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം എന്ന വാക്യങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിലും വിളിക്കപ്പെട്ട എല്ലാവരും അവസാനത്തോളം സഹിച്ചു നിൽക്കണം. അവസാനത്തോളം സഹിച്ചു നിൽക്കണം. അവസാനത്തോളം ക്ഷമയോടെ നിൽക്കണം. അവസാനത്തോളം ഈ വിശ്വാസത്തിന് വേണ്ടി നിൽക്കണം. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടു പോയെന്ന് പറഞ്ഞാൽ പോകരുത്. വിശ്വാസത്തിന് വേണ്ടി നിൽക്കണം, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കണം. യൂദയുടെ ലേഖനം അതിനകത്ത് ഏറ്റവും ഒടുവിൽ പറയുന്നു, വീഴാതെ വണ്ണം തൻ്റെ പിതാവിൻ്റെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ നിർത്തുവാൻ കഴിയുന്നവന് സ്തോത്രം. വീഴാതെ നിർത്തുവാൻ ഒരുവനുണ്ട്. ആനന്ദത്തോടെ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ ആനന്ദത്തോടെ നമ്മളെ നിർത്തുവാൻ ഈ ഭൂമിയിൽ നമ്മെ മാനിക്കുന്ന ഒരു കർത്താവുണ്ട്. ദൈവവചനത്തിൻ്റെ തിരിച്ചറിവാണ് നമ്മെ ജയാളികളാക്കുന്നത്. ഒരാൾ പോലും നഷ്ടപ്പെടരുത്. അതാണ് യോഹന്നാൻ 3:16, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം. എല്ലാവരും നിത്യതയിലെത്തണം. എല്ലാവരും സ്വർഗത്തിലെ ഭവനത്തിൽ പാർക്കണം. എല്ലാവരും യേശുവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കണം. എല്ലാവരും പിതാവിൻ്റെ രാജ്യത്തിൻ്റെ അവകാശിയാകണം. ഇത്ര വലിയ രക്ഷ നമ്മൾ വെറുതെ തള്ളിക്കളയരുത്. ഇതൊരു വലിയ രക്ഷയാണ്, ഇതൊരു ഭാഗ്യപദവിയാണ്. ഇതിനെ ആരും വിലയില്ലാതെ കാണരുത്. ഏറ്റവും മൂല്യമുള്ളതായി ഞാനും നിങ്ങൾ കാണണം. എൻ്റെ പിതാവ് എനിക്ക് തന്നതൊന്നും നഷ്ടപ്പെട്ടു പോകാതെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. ദൈവത്തിൻ്റെ ഇഷ്ടം അറിയണം. പലർക്കും ഇത് അറിയില്ല. ചിലർ വിചാരം, ഓ ഞാൻ പോകുകയൊന്നുമില്ല സ്വർഗത്തിൽ. ആര് പറഞ്ഞു? നീ പോകും. ഞാനൊക്കെ വിശ്വാസത്തിൽ വന്നപ്പോൾ ചില പാസ്റ്റർമാർ വരും, സ്വർഗത്തിൽ പോകുന്നവർ കൈപൊക്ക്, ഞങ്ങളെല്ലാം കൈപൊക്കും. അദ്ദേഹം ബൈബിളിൽ നിന്ന് കുറേ വാക്യങ്ങൾ നിരത്തും. അതായത് മോഹിക്കുന്നവൻ വ്യഭിചാരം ചെയ്തു പോയി, സഹോദരനെ മൂടാന്ന് വിളിച്ചവൻ കൊലപാതകനാണ്. ഇങ്ങനെയുള്ള കുറേ വാക്യങ്ങൾ അങ്ങോട്ട് നിരത്തിയിട്ട് ചോദിക്കും ഏറ്റവും ഒടുവിൽ, ഇനി സ്വർഗത്തിൽ പോകുന്നവരാരുണ്ട്? ആരുമില്ല. ഈ പറഞ്ഞ പുള്ളിയുമില്ല. എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ വചനമാണ്, ആരും സ്വർഗത്തിൽ പോകില്ല. ഇങ്ങനെ ഉള്ള ഓരോ വചനങ്ങൾ കേട്ട് പേടിച്ചവരാണ് ഞങ്ങൾ. എന്നാൽ യേശുവിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ വരുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടം ഒരാളും നശിച്ചു പോകരുത്. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കാരണം ലഭിക്കും. നമുക്ക് കുറ്റബോധം കൊണ്ടുവന്നിടുക. ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ നമുക്ക് കുറ്റബോധമാണ് കൊണ്ടുവരുന്നത്. എന്നാൽ ദൈവിക വെളിപ്പാടുള്ള ദൈവദാസന്മാരും അതേ സമയങ്ങളിൽ ഞങ്ങളുടെ ചർച്ചിലേക്ക് ദൈവം അയച്ചു. വർഷങ്ങൾക്ക് മുമ്പ്, 20 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ്. അപ്പം ഇതുപോലുള്ള ദൈവദാസന്മാർ വന്ന് ഞങ്ങളെ വെട്ടിക്കൊത്തി കൊന്ന് ഇനി നരകത്തിലാണ് ഇനി ജീവിതമെന്നും പറഞ്ഞ് അവർ ഞങ്ങളെ അനുഗ്രഹിച്ചു പോയി. ഞങ്ങൾ പറഞ്ഞ അടിപൊളി പ്രസംഗം, ഇതുപോലത്തെ ഒരു പ്രസംഗം ജീവിതത്തിൽ കേട്ടിട്ടില്ല, നമ്മളാരും സ്വർഗത്തിൽ പോകില്ല, ഒരു സാധ്യതയില്ല. പോകാതിരിക്കാനുള്ള എല്ലാ വാക്യങ്ങളും നിരത്തി കഴിഞ്ഞു. അപ്പോഴാണ് വേറൊരു ദൈവദാസൻ വന്നിട്ട് പറഞ്ഞു, യേശു സ്വർഗത്തിലില്ലെങ്കിൽ ഞാൻ സ്വർഗത്തിൽ പോകില്ല.
2. അപ്പം ഞങ്ങൾ ഞെട്ടിയിരിക്കുകയാണ്. യേശു സ്വർഗത്തിലില്ലേ, പിന്നെ പുള്ളി സ്വർഗത്തിൽ പോണില്ല. 2, യേശു നരകത്തിലോട്ടാണ് പോകുന്നതെങ്കിൽ ഞാനും നരകത്തിൽ പോകും. ഞങ്ങൾ ആകെ വിഷമിച്ചു. സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ നരകത്തിലോട്ട് പോണ കഥയാണ് ഈ പുള്ളി പറയുന്നത്. എന്നാൽ 3ാമത്തെ ഒരു വാക്യം പുള്ളി പറഞ്ഞു. 1ാമത് ഇങ്ങനെയാണ് പറഞ്ഞത്, യേശു സ്വർഗത്തിലില്ലെങ്കിൽ ഞാൻ സ്വർഗത്തിൽ പോകില്ല. 2, യേശു നരകത്തിലാണെങ്കിൽ ഞാൻ നരകത്തിലോട്ട് പോകും. 3ാമത്തെ കാര്യമാണ് ഞങ്ങളെ ബലപ്പെടുത്തി. എന്താണ്? യേശു നരകത്തിൽ ചെന്നാൽ നരകവും സ്വർഗമായി മാറും. യേശു എവിടെ ചെല്ലുന്നുവോ അവിടെയാണ് സ്വർഗം. അപ്പോൾ സ്വർഗം എവിടെയാണ്? കൊലോസ്യർ 1:27 മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിൽ വസിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തു എന്നിലുണ്ട്. എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. 1 യോഹന്നാൻ 4:4. അപ്പോൾ എന്നിൽ വസിക്കുന്നവൻ സ്വർഗത്തേക്കാൾ വലിയവൻ എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ നരകത്തിൽ പോകും? എനിക്ക് സ്വർഗത്തിൽ പോകാതെ നിവൃത്തിയില്ല. അതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. എന്നെ ദൈവത്തിന് സ്വർഗത്തിൽ കൊണ്ടുപോകാതെ നിവൃത്തിയില്ല. ഞാൻ നല്ലവനായത് കൊണ്ടല്ല, വളരെയധികം പ്രാർത്ഥിക്കുന്ന ആളായതുകൊണ്ടല്ല, കുറ്റങ്ങളും കുറവുകളും ഇല്ലാഞ്ഞിട്ടുമല്ല. ആവശ്യത്തിന് കുറ്റങ്ങളും കുറവുകളും ഉണ്ട്. എന്നാൽ എന്നിൽ ഒരുവൻ വസിക്കുന്നു. അവൻ്റെ വീടായി, അവൻ്റെ ഭവനമായി, അവൻ്റെ ആലയമായി ഞാൻ തീർന്നു. സ്വർഗം ഇന്ന് എൻ്റെ ഉള്ളിലാണ്. എൻ്റെ നിത്യതയെ ആരംഭിച്ചു. എൻ്റെ ശരീരം വിട്ടാൽ എനിക്ക് സ്വർഗമല്ലാതെ മറ്റൊന്നില്ല. എത്ര പേരതിന് ആമേൻ പറയും? ചിലരുടെ ഉള്ളിൽ ചില ഭയം കിടപ്പുണ്ട്. സ്വർഗത്തിൽ പോകില്ല. ആര് പറഞ്ഞു? നീ സ്വർഗത്തിൽ പോകും. എന്നാൽ മനഃപൂർവം പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് വേണമെങ്കിൽ ഈ കൃപയിൽ നിന്ന് പോകാം. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ചിലർ പറയും രക്ഷ നഷ്ടപ്പെടില്ല. രക്ഷ നഷ്ടപ്പെടില്ല. നല്ല രക്ഷ വേണമെങ്കിൽ നഷ്ടപ്പെടുത്താം. ഹൗവയെ പോലെ വേണമെങ്കിൽ മനഃപൂർവ്വം ആ പഴം പറിച്ച് തിന്ന് ആ പറുദീസയിൽ നിന്ന് പുറത്തു പോകാം. കർത്താവ് ഒരിക്കലും പറുദീസയിൽ നിന്ന് അവരെ പുറത്ത് കളയില്ല. നമ്മൾ എടുക്കുന്ന തീരുമാനം പോലെ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ നമ്മൾ പറയണം, ഇല്ല, ഞാൻ യേശുവിൻ്റെ പൈതലാണ്. എനിക്ക് കുറ്റം കുറവുണ്ടെങ്കിൽ ഏറ്റു പറഞ്ഞ് ഞാൻ ഉപേക്ഷിക്കുമ്പോൾ എനിക്ക് കരുണ കിട്ടും. ഈ വചനം ഒത്തിരി പേർക്ക് ബലമാകും. നിങ്ങൾ സ്വർഗത്തിൻ്റെ വകയാണ്. സ്വർഗം നിങ്ങളുടെ ഉള്ളിലാണ്. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ വചനങ്ങൾ കേട്ടവർക്ക് വലിയ ധൈര്യവും വലിയ പ്രതീക്ഷകളും ഉണ്ടാകട്ടെ. പ്രാർത്ഥനാ ജീവിതം തന്നെ മേൽക്കുമേൽ പ്രബലമായി തീരട്ടെ. വലിയ അഭിഷേകമുള്ളവരായി ഇവർ തീരട്ടെ. വലിയ സൗഖ്യങ്ങൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ. നടുവേദനകളുള്ളവർ സൗഖ്യമാകട്ടെ. അസ്ഥി സംബന്ധമായ വേദനകൾ സൗഖ്യമാകട്ടെ. മൂക്കിൽ ദശ വളരുന്നത് യേശുവിൻ്റെ നാമത്തിൽ. ശ്വാസം എടുക്കാൻ കഴിയാത്ത ചില വ്യക്തികൾ, ശ്വാസം എടുത്തു വിടാൻ കഴിയാതെ വാ തുറന്നാണ് ശ്വസിക്കുന്നത്. വാ തുറന്നുറങ്ങുന്ന ചിലരുടെ മൂക്കിനകത്തുള്ള തടസ്സങ്ങൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ. സൗഖ്യങ്ങൾ ഇപ്പോൾ നടക്കട്ടെ. ഓപ്പറേഷൻ വേണമെന്ന് പറയുന്ന ചിലത് ഓപ്പറേഷൻ ഇല്ലാതെ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കർത്താവിൻ്റെ വലിയ മഹത്വം ഈ മക്കളുടെ മേൽ, പ്രത്യേകിച്ച് ഈ തൊണ്ടയുടെ ഈ താഴെ ഭാഗത്തായിട്ടൊരു മുഴ പോലെയുള്ള ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കർത്താവ് അത് ചെയ്യുന്നതിനായി സ്തോത്രം. അങ്ങയുടെ അത്ഭുത കരം നീട്ടണം. ഇവരുടെ ഉള്ളിൽ ഇവരെക്കുറിച്ച് തന്നെ ഒരു ബോധ്യം തിരുവെഴുത്തിലൂടെ കൊടുക്കുവാൻ അങ്ങ് എന്നെ ഏൽപ്പിച്ച വചനങ്ങൾ ഞാൻ ഇവർക്ക് കൊടുത്തിരിക്കുന്നു. ഇവരിൽ ധൈര്യമുണ്ടാകട്ടെ. നിരാശകളോടി മാറട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. വിശ്വസിക്കുക, നിങ്ങൾ സൗഖ്യമായി കഴിഞ്ഞു. നിങ്ങളുടെ മനസ്സിന് ബലമുണ്ടായി കഴിഞ്ഞു. ജീസസ് എവരിഡേ എന്ന ഈ പ്രാർത്ഥന മുഖാന്തരം നിങ്ങളുടെ ജീവിതം അടിപൊളി മാറിയിരിക്കും. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.